ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ ഇതൊരു ആപ്പിളിന്റെ ലോജിടെക്കിന്റെ കീബോർഡ് അല്ല. ഇത് വെറും ഒരു 1800 രൂപയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രീമിയം ലുക്കിംഗ് കീബോർഡാണ്. ആദ്യം നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കും. ഇതൊരു 557 ഗ്രാമുള്ള ഒരു ഫുൾ സൈസ് ഹെവി കീബോർഡാണ്. ഇത് മെയിൻലി ബിൽഡ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് വെച്ചാണ്, പക്ഷേ ഇതിനകത്ത് ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫ്ലെക്സ് ഫീൽ ആവത്തില്ല. ചീപ്പ് കീബോർഡിനെ പോലെ ഒരു ഫ്ലെക്സ് ഫീൽ ആവത്തില്ല ഇതിനകത്ത്. പിന്നെ ഈ കീബോർഡിന്റെ അടിയിൽ തന്നെ നമുക്ക് കുറെ റിബർ ഗ്രിപ്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കീബോർഡ് ടേബിളുമായിട്ട് നല്ല ഗ്രിപ്പ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കീബോർഡ് മൂവ് ആവത്തില്ല. ഈ കീബോർഡ് ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചർ ഇതിന്റെ മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റിയാണ്. ഇതിന് ടോട്ടൽ 4 ഡിവൈസിന്റെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരെണ്ണം നമുക്ക് 2.4 GHz ഡോങ്കൽ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. ബാക്കി 3 കണക്ഷൻ ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. കീബോർഡ് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് 3 സ്വിച്ചസ് തന്നിട്ടുണ്ട്. നമുക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ബ്ലൂടൂത്ത് 1, 2 and 3 സ്വിച്ച് ചെയ്യാൻ പറ്റും. കീബോർഡ് തൊട്ട് മുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു 2.4 GHz ബ്ലൂടൂത്തിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ടോഗൽ സ്വിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സ്വിച്ച് ചെയ്ത് മാറ്റാൻ പറ്റും. കീബോർഡ് സ്പെസിഫിക്കലി മാക് യൂസേഴ്സിനും വിൻഡോസ് യൂസേഴ്സിനും പറ്റിയതാണ്. കാരണം ഇതിൽ നമുക്ക് അതിന് വേണ്ടി ഒരു ടോഗൽ സ്വിച്ച് തന്നിട്ടുണ്ട്. ഈ കീബോർഡിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു 500 mAh ബിൽറ്റ് ഇൻ ലിഥിയം അയൺ ബാറ്ററിയാണ്. USB Type-C യൂസ് ചെയ്ത് ചാർജ് ചെയ്യാനും പറ്റും. നമ്മൾ കീബോർഡ്സിനെ പോലെ നമുക്കൊരു പുതിയ ബാറ്ററി മേടിച്ച് സെൽ മേടിച്ച് റീപ്ലേസ് ചെയ്യണമെന്നും പേടിക്കേണ്ട. നോർമൽ എക്സ്പെൻസീവ് കീബോർഡ്സിനെ പോലെ റീചാർജിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ ഇതിനകത്തില്ല. നമുക്ക് എപ്പോൾ വേണോ ചാർജിൽ ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സീസർ സ്വിച്ചസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലോ പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിൽ ടൈപ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഭയങ്കര നോയ്സ് കുറവാണ്. നോർമലി ഈ മെക്കാനിക്കൽ കീബോർഡും മെമ്പറിൻ കീബോർഡ് ഹൈ സ്പീഡ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കീസിനെ നല്ല പ്രസ് ചെയ്യണം. ആ സമയത്ത് നമ്മുടെ സ്പീഡ് ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ ഇത് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി ടച്ച് ചെയ്താൽ മതി, കീസ് പ്രസ് ആവും, നല്ല ഫീഡ്ബാക്കും തരും.